തന്റെ രാഷ്ട്രീയ ഭാവിയിൽ കരിവാരി തേൽക്കുവാൻ വേണ്ടി പത്തനാപുരത്ത് ചില ബാഹ്യശക്തികൾ നടത്തുന്ന ഗൂഢാലോചനയാണ് ഈ ആരോപണങ്ങൾക്ക് പിന്നിലെന്ന് കെ ദിലീപ് കുമാർ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. പത്തനാപുരം സർവീസ് സഹകരണ ബാങ്കുമായി ബന്ധപ്പെട്ട് 2 ദിവസമായി തനിക്കെതിരെ പത്രദൃശ്യ മാധ്യമങ്ങളിൽ വന്ന വാർത്ത അടിസ്ഥാനരഹിതവും വസ്തുതയ്ക്ക് നിരക്കാത്തതുമാണെന്ന് മുൻ സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റും ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റുമായ കെ ദിലീപ് കുമാർ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. എനിക്കെതിരെ വന്നുകൊണ്ടിരിക്കുന്ന വാർത്തകൾ, ചാനലുകളിലും പത്രങ്ങളിലും വന്നുകൊണ്ടിരിക്കുന്ന വാർത്തകൾ എന്നെ രാഷ്ട്രീയമായി തകർക്കുന്നതിന് ചിലർ നടത്തിയിട്ടുള്ള ഗൂഢാലോചനയുടെ ഭാഗമാണ്. എന്നെ അറിയുന്ന പൊതുജനങ്ങൾ, എന്നെ വിശ്വസിക്കുന്ന പൊതുജനങ്ങൾ അവരിതൊന്നും കണക്കിലെടുക്കില്ല, വിശ്വസിക്കില്ല എന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. പത്തനാപുരം സർവീസ് സഹകരണ ബാങ്കുമായി ബന്ധപ്പെട്ട് ഞാൻ 2000 മുതൽ 2008 വരെ പ്രസിഡന്റായിരുന്നു. എന്നാൽ 2011 ബാങ്കിലെ നീതി മെഡിക്കൽസിൽ ചില ക്രമക്കേട് കണ്ടെത്തുകയും ഞാൻ ഉൾപ്പെടുന്ന ഭരണസമിതി ആ ക്രമക്കേടിന് ഉത്തരവാദികളായിട്ടുള്ളവർക്കെതിരെ നടപടി സ്വീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. ആ വിവരം ഇതുപോലെ പത്രസമ്മേളനം വിളിച്ചുകൂട്ടി പത്തനാപുരത്തെ മുഴുവൻ പത്ര സുഹൃത്തുക്കളെയും ചാനൽ സുഹൃത്തുക്കളെയും അറിയിച്ചിട്ടുള്ളതാണ്. അങ്ങനെ കണ്ടെത്തിയ നീതി മെഡിക്കൽ സ്റ്റോറിലെ കുഴപ്പങ്ങളെ സംബന്ധിച്ച് ഉത്തരവാദികളായവർക്കെതിരെ നടപടി സ്വീകരിച്ചിട്ടുണ്ട്, കേസെടുത്തിട്ടുണ്ട്. ബാങ്ക് തന്നെ എടുക്കേണ്ട നടപടി സ്വീകരിച്ചു. അവർക്കെതിരെ കേസ് രജിസ്റ്റർ ചെയ്ത് പൈസ അടപ്പിക്കാൻ വേണ്ട നടപടിയെടുക്കണം എന്ന് ബാങ്ക് തന്നെ തീരുമാനിച്ച് ഡിപ്പാർട്ട്മെന്റിനും പോലീസിനും നടപടി സ്വീകരിക്കാൻ അറിയിപ്പ് കൊടുത്തിട്ടുള്ളതാണ്. അങ്ങനെ 2011 ഒരു കേസ് രജിസ്റ്റർ ചെയ്യുകയും ബാങ്കിന്റെ ഫാർമസിസ്റ്റിനെയും സെക്രട്ടറിയെയും പ്രതി ചേർത്ത് പോലീസ് കേസെടുക്കുകയും ചെയ്തിട്ടുണ്ട്. അത് ഞാൻ ഉൾപ്പെടുന്ന ഭരണസമിതിയുടെ പരാതിയുടെ അടിസ്ഥാനത്തിൽ പോലീസ് നടത്തിയ അന്വേഷണത്തിൽ നിന്നാണ് അങ്ങനെ ഒരു കേസെടുത്തിട്ടുള്ളത്. ഇപ്പോൾ ആ കേസിൽ മറ്റാർക്കെങ്കിലും ഇതുമായി ബന്ധമുണ്ട് എന്ന് ഭരണസമിതിക്ക് ബോധ്യപ്പെട്ടിട്ടില്ല, ഡിപ്പാർട്ട്മെന്റിലെ ഓഡിറ്ററിന് ബോധ്യപ്പെട്ടിട്ടില്ല. അങ്ങനെ 11 എടുത്ത കേസിൽ 13 മാസം എന്നെ കൂടി പ്രതി ചേർത്തുകൊണ്ട് അന്വേഷണ ഉദ്യോഗസ്ഥൻ കോടതിയിൽ കേസ് രജിസ്റ്റർ ചെയ്യുകയാണ് ചെയ്തിട്ടുള്ളത്. അത് എനിക്കെതിരെ ഇവിടെ ഒരു വിഭാഗം നടത്തുന്ന രാഷ്ട്രീയ ഗൂഢാലോചനയുടെ ഭാഗമാണ്. എന്നെ രാഷ്ട്രീയമായി തകർക്കാനാണ്. ഞാൻ മെഡിക്കൽ സ്റ്റോറുമായി ബന്ധപ്പെട്ടോ ബാങ്കുമായി ബന്ധപ്പെട്ടോ യാതൊരു സാമ്പത്തിക ക്രമക്കേടും കാണിച്ചതായി എങ്ങും ആർക്കും തെളിയിക്കാൻ കഴിഞ്ഞിട്ടില്ല. എന്നെ അറിയുന്ന ജനങ്ങൾക്ക് അത് വളരെ ഭംഗിയായിട്ട് അറിയാം. അപ്പോൾ എന്നെ മറ്റൊരു തരത്തിലും ആക്ഷേപം പറയാൻ കഴിയാത്ത സാഹചര്യത്തിലായിരിക്കണം. ഇക്കാര്യത്തിൽ ഇപ്പോ ഏറ്റവും അവസാനം ആരും അറിയാതെ, ഒരു ചോദ്യവും ചെയ്യാതെ എന്നെ ഈ അന്വേഷണ ഉദ്യോഗസ്ഥൻ വെറും 5 മിനിറ്റ് മാത്രമാണ് എന്നോട് സംസാരിച്ചിട്ടുള്ളത്. എനിക്കിതിൽ എന്തെങ്കിലും പങ്കുണ്ടോ എന്നതിനെ സംബന്ധിച്ചോ അതിലെന്തെങ്കിലും രേഖയുണ്ടോ എന്നതിനെ സംബന്ധിച്ചോ അത് കോടതിയിലിരിക്കുന്ന കാര്യമായതുകൊണ്ട് ഞാൻ കൂടുതൽ കാര്യങ്ങൾ പറയുന്നില്ല. നിങ്ങൾ പത്രക്കാർക്ക്, പത്രസുഹൃത്തുക്കൾക്ക് ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് അല്ലെങ്കിൽ ബാങ്കിൽ നിന്ന് ഇതിന്റെ പരിപൂർണമായ രേഖ എപ്പോൾ വേണമെങ്കിലും ചോദിച്ചാൽ കിട്ടും. ഞാൻ പറഞ്ഞത് എന്റെ ഭരണസമയത്ത് ഡിപ്പാർട്ട്മെന്റ് ചെയ്യേണ്ട മുഴുവൻ കാര്യങ്ങളും നിയമപരമായി പൂർത്തീകരിച്ചിട്ടുണ്ട്. എനിക്കെതിരെ യാതൊരു പരാമർശവും ആ സമയങ്ങളിൽ ഉണ്ടായിട്ടില്ല. വളരെ അസന്നിഗ്ധമായി എനിക്ക് പറയാൻ കഴിയും. അത് എന്നെ ഏത് പത്രം അങ്ങനെ എന്നെ ഫോക്കസ് ചെയ്ത് ഇത് പ്രചരിപ്പിച്ചാലും ഈ നാട്ടിലെ ജനങ്ങൾ വിശ്വസിക്കില്ല എന്ന് എനിക്ക് വളരെ വ്യക്തമായിട്ട് അറിയാം. തന്റെ രാഷ്ട്രീയ ഭാവിയിൽ കരിവാരിത്തേക്കാൻ പത്തനാപുരത്ത് ചില രാഷ്ട്രീയക്കാർ നടത്തിയ ഗൂഢാലോചനയാണ് ഇതിന് പിന്നിലെന്നും നീതി മെഡിക്കൽ സ്റ്റോറുമായി ബന്ധപ്പെട്ട ക്രമക്കേടിൽ പരിശോധന നടത്തുകയും കുറ്റക്കാർക്കെതിരെ നടപടി സ്വീകരിക്കാൻ താൻ ഉൾപ്പെടെയുള്ള ഭരണസമിതിയാണ് തീരുമാനമെടുത്തതെന്നും ഇതിന്റെ അടിസ്ഥാനത്തിൽ നീതി മെഡിക്കൽ സ്റ്റോർ ജീവനക്കാരായ ശിവദാസൻ പിള്ളയെ ജോലിയിൽ നിന്നും പിരിച്ചുവിടുകയും ചെയ്തിരുന്നുവെന്നും കെ ദിലീപ് കുമാർ പറഞ്ഞു. തനിക്കെതിരെ നടന്ന ഏറ്റവും വലിയ ഗൂഢാലോചനയാണ് ഇതെന്നും വസ്തുത ഇതാണെന്ന് നിലനിൽക്കെ തന്നെ മനഃപൂർവ്വം ചില ബാഹ്യ പ്രേരണകളുടെ അടിസ്ഥാനത്തിൽ കേസിൽ ഉൾപ്പെടുത്തുകയാണ് ഉണ്ടായതെന്നും കെ ദിലീപ് കുമാർ പറഞ്ഞു.